ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഇറാനിൽ അമേരിക്കൻ സഹായത്തോടെ ആക്രമണം ആരംഭിച്ചത്. ഇറാനെ മാത്രമല്ല, ലോകത്തെയാകെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഖമനേയിയുടെ വധം. അതും വളരെ കൃത്യമായി ആസൂത്രണത്തോടെ നടത്തിയ ഒരു ആക്രമണം. ആക്രമണം ലക്ഷ്യം തെറ്റരുത് എന്നും ലക്ഷ്യം തെറ്റിയാൽ ഖമനേയി രക്ഷപ്പെടുമെന്നും ഇസ്രായേൽ കണക്കുകൂട്ടി. അതിനുവേണ്ടിയാണ് ഖമനേയിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം തന്നെ ബോംബിട്ട് തകർത്തത്. ശനിയാഴ്ച പകലാണ് ആക്രമണം നടന്നത് എങ്കിലും ശനിയാഴ്ച പെട്ടെന്നെടുത്ത തീരുമാനമോ ആസൂത്രണമോ ആയിരുന്നില്ല ഇത്. മാസങ്ങളും വർഷങ്ങളും നീണ്ട തയ്യാറെടുപ്പ് ഇസ്രായേലും അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ഇതിനായി നടത്തിയിട്ടുണ്ട്. മാസങ്ങളായി ഖമനേയിയുടെ ഓരോ ചലനങ്ങളും മൊസാദും CIA-യും നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനായി വളരെ വിപുലമായ സൈബർ ഓപ്പറേഷനാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രാഫിക് ക്യാമറകളും മൊബൈൽ ടവറുകളും വരെ ഹാക്ക് ചെയ്താണ് ഖമനേയിയെ നിരീക്ഷിച്ചിരുന്നത് എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ട ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ മാസങ്ങളോളം ഖമനേയിയെയും ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം നിരീക്ഷണത്തിലായിരുന്നു. അമേരിക്കയുടെ CIA ഖമനേയിയെ നിരീക്ഷിക്കുകയും വിവരങ്ങൾ കൃത്യമായി ഇസ്രായേലിന് എത്തിച്ചു നൽകുകയും ചെയ്തു വന്നു. സംയുക്തമായ ആക്രമണത്തിന് രൂപം നൽകുന്നതിൽ CIA-യുടെ ഈ നിരീക്ഷണം ഏറെ ഫലം ചെയ്തു. ഖമനേയിയുടെ നിത്യചര്യകൾ എല്ലാം മാസങ്ങളോളം CIA-യും ഇസ്രായേലും ചേർന്ന് നിരീക്ഷണത്തിന് വിധേയമാക്കി. ഖമനേയി എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, ഖമനേയിയുടെ താമസം എവിടെയാണ്, ആരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നതും അതിനെല്ലാം ഉപരി യുദ്ധം ആരംഭിക്കുകയാണ് എങ്കിൽ ഖമനേയി ഒളിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നീ കാര്യങ്ങളെല്ലാം അമേരിക്കൻ ചാരസംഘടന CIA-യും ഇസ്രായേലി ചാരസംഘടന മൊസാദും കൃത്യമായി നിരീക്ഷിച്ചു മനസ്സിലാക്കിയിരുന്നു. അപൂർവമായി മാത്രമാണ് ഖമനേയിയും ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക തലവന്മാരും കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നത്. ഒന്നിച്ചുള്ള ഈ കൂടിക്കാഴ്ച എവിടെയായിരിക്കും എന്നതടക്കം അമേരിക്കയും ഇസ്രായേലും കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണ് ശനിയാഴ്ചത്തെ ആക്രമണത്തിന് ചട്ടക്കൂടുണ്ടാക്കുന്നത്. ശനിയാഴ്ച ഖമനേയിയുടെ ഓഫീസിൽ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമെന്നും വൈകുന്നേരം യോഗം ചേരുന്നുണ്ട് എന്നും ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കി. രഹസ്യ നിരീക്ഷണത്തിൻ്റെ വ്യാപ്തിയാണ് അത് മനസ്സിലാക്കി തരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ വ്യാപ്തി അറിയണമെങ്കിൽ ശനിയാഴ്ച രാവിലത്തെ ഖമനേയി വധം എങ്ങനെ നടന്നു എന്ന് അറിയണം. ശനിയാഴ്ച വൈകുന്നേരം യോഗം ചേരുന്നതിനായി നേരത്തെ അറിവ് കിട്ടിയതിനനുസരിച്ച് വൈകുന്നേരം ആക്രമിക്കാൻ കച്ചകെട്ടി. പക്ഷേ രാത്രിയോടെയാണ് മീറ്റിംഗ് ശനിയാഴ്ച രാവിലത്തേക്ക് മാറ്റിയതായി അറിയിപ്പ് കിട്ടിയത്. ഇതോടെ പ്ലാൻ മാറ്റി. ആക്രമണം ശനിയാഴ്ച രാവിലത്തേക്ക് മാറ്റി. 10:30 ആക്രമണം നടന്നു. ഒരു കാരണവശാലും ഖമനേയി രക്ഷപ്പെടരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം മുഴുവൻ ബോംബിട്ട് തകർക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അത് ഫലവത്താകുകയും ഖമനേയി ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ഖമനേയിയുടെ നിത്യചര്യകൾ മനസ്സിലാക്കാൻ വിപുലമായ ഓപ്പറേഷൻ തന്നെ ആവശ്യമായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ സൈബർ വല ഇസ്രായേലും അമേരിക്കയും വിരിച്ചിരുന്നു. വർഷങ്ങളായി ഇറാനിലെ ട്രാഫിക് ക്യാമറകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്തിരുന്നു. ഇതുവഴി ഖമനേയിയുടെ ഓരോ നീക്കങ്ങളും ഇസ്രായേൽ ഒപ്പിയെടുത്തു. ഖമനേയി എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എവിടെയൊക്കെ താമസിക്കുന്നു, എപ്പോൾ പോയി എപ്പോൾ തിരിച്ചു വരുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഇതുവഴി മൊസാദ് ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. മൊബൈൽ ടവറുകളിൽ കൃത്രിമം കാട്ടി ഖമനേയി ആരോടൊക്കെ സംസാരിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായി മൊസാദ് ഇത് തുടർന്നു വരുന്നു എന്നത് എത്രത്തോളം ആഴത്തിൽ മൊസാദ് ഈ ആസൂത്രണം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒട്ടുമിക്ക ട്രാഫിക് ക്യാമറകളും വർഷങ്ങളായി ഇസ്രായേൽ ഹാക്ക് ചെയ്തിരുന്നതായാണ് വിവരം. ഇവയിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് ടെൽ അവീവിലെയും തെക്കൻ ഇസ്രായേലിലെയും സെർവറുകളിലേക്കാണ് കൈമാറിയിരുന്നത്. ഇതിൽ ഒരു ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ ആക്രമണത്തിൽ ഇസ്രായേലിന് സഹായകരമായത്. ഖമനേയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വാഹനങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത് എന്നും ഖമനേയിയുടെ വസതിയുടെ കോമ്പൗണ്ടിനുള്ളിൽ നടക്കുന്ന ദിനചര്യകൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായി ഇസ്രായേൽ ഈ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. അതോടൊപ്പം ഖമനേയിയുടെ കൊട്ടാര പരിസരത്തെ ഒരു ഡസനിലേറെ മൊബൈൽ ടവറുകളുടെ നിയന്ത്രണവും ഇസ്രായേൽ ചാരന്മാർ കൈക്കലാക്കിയിരുന്നു. ഇത്രമേൽ വിപുലമായ സൈബർ നീക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ സംഘർഷം ആരംഭിക്കുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഖമനേയിയെ ഇല്ലാതാക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമം ആരംഭിച്ചിരുന്നുവെന്നാണ്. ഖമനേയിയെ ഇല്ലാതാക്കിയതിലൂടെ ഇറാനെ തളർത്താം എന്നൊക്കെയാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത്. ഒരു ഖമനേയി ഇല്ലാതായതുകൊണ്ട് മാത്രം ഇല്ലാതാകുന്നതാണോ ഇറാന്റെ പരമാധികാരം എന്നത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
കഴിഞ്ഞ ജനുവരി മുതലാണ് ഇറാനിൽ നിന്നും അസംതൃപ്തിയുടെ നീറ്റലും പുകയും അതിർത്തി വിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിക്കെതിരെ സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര നിലപാടുകളിലും മടുത്ത ജനം തെരുവിലിറങ്ങി. അധിനിവേശ ശക്തികൾക്ക് മുൻപിൽ പോലും കൂസാത്ത നേതാവ് സ്വന്തം ജനതയ്ക്ക് മുൻപിലും പത്തി താഴ്ത്തിയില്ല. സൈന്യത്തെ നിരത്തി സമരം അടിച്ചമർത്തി. ഇറാനുമേൽ കടന്നുകയറാൻ ഒരവസരം നോക്കിയിരുന്ന ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും സമരക്കാർക്ക് പിന്തുണ നൽകി. ഇത് പന്തിയല്ലെന്ന് അന്നേ ബോധ്യപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ നയതന്ത്രത്തിന് വേദികളൊരുക്കി. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US ആണവ ചർച്ച പല ഘട്ടങ്ങളിൽ നടന്നു. പശ്ചിമേഷ്യയിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും കൈചൂണ്ടി ഭീഷണിപ്പെടുത്താൻ പോകുന്ന തലപൊക്കമുള്ള ഇറാനാവട്ടെ നിലപാടുകളിൽ നിന്നും അണുവിട പിന്നോട്ടു പോയില്ല. പരമാധികാരം കൈയാളുന്ന ആ 86 വയസ്സുകാരനെ ഇനിയും വളർത്തിയാൽ US-നും സഖ്യകക്ഷികൾക്കും സുരക്ഷാ ഭീഷണിയാകുമെന്ന് കണ്ട് ട്രംപും നെതന്യാഹുവും നീക്കം കൂടുതൽ വേഗത്തിലാക്കി. ഖമനിയുടെയും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെയും വസതികൾ സ്ഥിതി ചെയ്യുന്ന നഗരഭാഗങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ മിസൈൽ ആക്രമണം നടന്നത്. ഖമനിയുടെ കൊട്ടാരം ആക്രമണത്തിൽ നിലംപൊത്തി. ഖമനിയെയും മകളെയും പേരക്കുട്ടിയെയും അടക്കം വിശുദ്ധ വ്രതനാളിൽ തുടച്ചു നീക്കി. ആക്രമണം മൂർച്ഛിക്കുമ്പോൾ പുതിയ തരം ആക്രമണ രീതി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. കൃത്യമായി ലക്ഷ്യസ്ഥാനമില്ലാതെ ഒരു പ്രദേശത്തെയാകെ തുടച്ചു നീക്കുന്ന തരത്തിൽ കാർപ്പറ്റ് ബോംബിംഗ് രീതിയാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ മാർക്ക് ചെയ്തുള്ള മിസൈൽ വർഷങ്ങൾക്ക് പകരം പുരാതന യുദ്ധരീതിയായ കാർപ്പറ്റ് ബോംബിംഗ് ഇസ്രായേൽ തെരഞ്ഞെടുത്തതിനെ ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കൃത്യമായ ലക്ഷ്യസ്ഥാനത്തിന് പകരം വിശാലമായ പ്രദേശത്ത് ലക്ഷ്യബോധമില്ലാതെ അനേകം ബോംബുകൾ വർഷിക്കുന്ന രീതിയാണ് കാർപ്പറ്റ് ബോംബിംഗ്. സൈനിക താവളങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിതരണ ശൃംഖലകൾ, നഗരങ്ങൾ എന്നിവയുൾപ്പെടെ ഒരു മേഖലയാകെ തുടച്ചു നീക്കപ്പെടാൻ ഇത് കാരണമാകും. വേഗത്തിൽ കൂടുതൽ സ്ഥലത്ത് നാശം വിതച്ച് ഇല്ലാതാക്കി യുദ്ധം അവസാനിപ്പിക്കുക, ഒരു ഭൂപ്രദേശം തന്നെ തുടച്ചു നീക്കുക, ഇതാണ് ഇസ്രായേൽ ലക്ഷ്യം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വലിയ വലിയ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ച് ഇത്തരം യുദ്ധമാതൃകകൾ സ്വീകരിച്ചിരുന്നു. 2-ാം ലോകമഹായുദ്ധകാലത്തെ പ്രധാന ആക്രമണ രീതിയും ഇതായിരുന്നു. അന്നത് വലിയ തോതിലുള്ള ആൾനാശത്തിനും കെട്ടിടനാശത്തിനും അടക്കം കാരണമായി. വിയറ്റ്നാം യുദ്ധകാലത്തും അമേരിക്ക ഇത്തരം കാർപ്പറ്റ് ബോംബിംഗ് നടത്തിയിട്ടുണ്ട്. പുരാതന യുദ്ധമുറ വീണ്ടും ഇസ്രായേൽ സ്വീകരിക്കുന്നത് ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് പലരും പറയുന്നത്. അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ ഇറാൻ ഇസ്രായേലിലും ഗൾഫ് മേഖലയിലെ US ബേസുകൾക്ക് നേരെയും മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുകയാണ്. വ്യാപകമായ നാശനഷ്ടങ്ങളും ചിലയിടങ്ങളിൽ മരണങ്ങളും ഇറാൻ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിലും മധ്യപൂർവ്വദേശത്തും പരക്കെ ആക്രമണം നടത്തുകയാണ് ഇറാൻ. ഇതിൽ തന്നെ UAE-യിലേക്കാണ് വലിയ അളവിൽ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നത്. ദുബായ്ക്ക് പുറമെ ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, കുവൈത്ത് തുടങ്ങി US സൈനിക താവളങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇറാൻ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തി. കുവൈറ്റിലെ US എംബസി തകർത്തു. ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ 500-ലേറെ US സൈനികരെ വധിച്ചുവെന്നൊക്കെയാണ് ഇറാന്റെ അവകാശവാദം. സൗദി അറേബ്യയിലെ റിയാദിൽ US എംബസി ആക്രമിച്ചു. ഒമാനിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഖത്തറിൽ പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് സമീപത്തും സൗദിയിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു. ബഹ്റൈനിലെ US-ന്റെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഇസ്രായേലും അമേരിക്കയും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാനെതിരെ അഴിച്ചുവിടുന്നത് എങ്കിലും ഈ ആക്രമണങ്ങളിലൊന്നും കൂസാതെയാണ് ഇറാനും തിരിച്ചടിക്കുന്നത്.